എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം ഉത്തരാർത്ഥം അധ്യായം 72 ശ്ലോകം 29 മുതൽ 38 വരെ 10 ശ്ലോകങ്ങൾ. അങ്ങനെ ഞങ്ങൾക്ക് ആവശ്യമുള്ളത് എന്താന്ന് അങ്ങ് വാക്ക് പറയണം, ഞങ്ങൾക്ക് തരാമെന്നുള്ളത് എന്ന് ഭഗവാൻ ചോദിച്ചപ്പോ സംശയം തോന്നി. ബ്രാഹ്മണ വേഷം കെട്ടി വന്ന ഇവരെ 3 പേരെയും കണ്ടപ്പോ ജരാസന്ധന് എങ്കിലും ശരി, ആരെന്തു ചോദിച്ചാലും കൊടുക്കാം എന്നുള്ള ഒരു ഇത്. ബ്രാഹ്മണ വേഷത്തിലാണല്ലോ വന്നിരിക്കുന്നത്. നിങ്ങളുടെ ആഗ്രഹം എന്താണെന്ന് വെച്ചാലും ഞാൻ നിങ്ങൾക്ക് തരും. എന്റെ തല വേണോ, അതും കൂടി ഞാൻ തരാം എന്ന് വാക്ക് കൊടുത്തു. സന്തോഷമായി. അതന്നെയാണ് വേണ്ടത് ഭഗവാനും. അപ്പൊ ഭഗവാൻ പറഞ്ഞു ഞങ്ങൾക്ക് ദ്വന്ദ്വയുദ്ധമാണ് വേണ്ടത്. ഞങ്ങള് ബ്രാഹ്മണരല്ല, ആ വെറും ഭക്ഷണം കഴിക്കാൻ വന്ന ബ്രാഹ്മണരല്ല. ഞങ്ങളെ ദ്വന്ദ്വയുദ്ധം വേണം അങ്ങയോട്, അതിനു വേണ്ടിയിട്ട് വന്നതാണ് എന്ന് പറഞ്ഞു. ജരാസന്ധന് അത് സമ്മതിച്ച് ദ്വന്ദ്വയുദ്ധത്തിനായിട്ട് പുറപ്പെടുന്നു. ഓം നമോ ഭഗവതേ വാസുദേവായ കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 29. അസൗ മൃഗോദര പാർത്ഥ തസ്യ ഭ്രാതാർജുനോഹ്യയം അനയോർമാതുലേയം മാം കൃഷ്ണം ജാനീഹി തേരിപും. ഭഗവാൻ പറഞ്ഞു, ഞങ്ങളെ ബ്രാഹ്മണരാണെന്ന് പറഞ്ഞു വന്നത് ശരിയല്ല കേട്ടോ, ഞങ്ങള് ശരിക്കും ക്ഷത്രിയന്മാരാ. ഇയാള് ഭീമസേനെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, ഇവൻ കുന്തി പുത്രനായിട്ടുള്ള ഭീമസേനൻ, ഇവൻ അവന്റെ അനുജനായിട്ടുള്ള അർജുനൻ, ഞാനേ ഇവരുടെ അമ്മാമന്റെ മകനാണ്, പിന്നെ അങ്ങയുടെ ശത്രുവുമായിട്ടുള്ള കൃഷ്ണനാണ് ഞാൻ എന്ന് ഭഗവാൻ പറഞ്ഞു. ഏവമാവേദിതോ രാജ ജഹാസോച്ഛൈസ്മമാഗധ ആഹജാമർഷിതോ മന്ദ യുദ്ധം തർഹിദാമിവ. ഇത് ആദ്യം ജരാസന്ധ ഇത് കേട്ടപ്പോ ഉറക്കാ ചിരിച്ചു. പിന്നെ അങ്ങോട്ട് ദേഷ്യം വന്നു. ഏട്ടോ ബുദ്ധിഹീനന്മാരെ, ഒരു ബുദ്ധിയില്ലാത്തവരെ, നിങ്ങൾക്ക് താല്പര്യം അങ്ങനെയാണെങ്കിൽ യുദ്ധം ചെയ്യാം, ഞാൻ വരാം നിങ്ങളുടെ അടുത്ത് ദ്വന്ദ്വയുദ്ധത്തിന്. നത്വയാഭീരുണായോത്സ്യേ യുധി വിക്ലവചേതസ മധുരാം സ്വപുരീം തെക്വാ സമുദ്രം ശരണം ഗത. ജരാസന്ധ പറയാ, നീയോ മനസ്സിനൊരു ഉറപ്പില്ലാത്തവൻ, നീയായിട്ട് ദ്വന്ദ്വയുദ്ധത്തിന് ഞാൻ വരില്ല. ഭീരുവല്ല നിന്നോട് ഞാൻ യുദ്ധം ചെയ്യില്ല. എന്നെ പേടിച്ചിട്ടേ സ്വന്തം രാജധാനിയായിട്ടുള്ള മധുരാപുരി ഉപേക്ഷിച്ച് ആ സമുദ്രത്തില് ദ്വാരക എന്നൊക്കെ പറഞ്ഞൊരു ഇതൊക്കെ ഉണ്ടാക്കി അവിടെ പോയിട്ട് താമസിക്കണവനല്ലേ നീ. അതുകൊണ്ട് നിന്നോട് യുദ്ധത്തിന് ഞാനില്ല. അയം തു വയസാതുല്യോ നാദിസത്വോ നമേ സമ അർജുനോ ന ഭവേൽ യോദ്ധ ഭീമസ്തുല്യബലോ മമ. അർജുനൻ എനിക്ക് വയസ്സുകൊണ്ട് തീരെ ചെറുതല്ലേ, ബലം കൊണ്ടും. അവൻ ശിശു, എന്നോട് യുദ്ധം ചെയ്യാനൊന്നും അവന് പറ്റില്ല. എന്നോട് യുദ്ധം ചെയ്യാൻ അവൻ പോരാ. എന്നാൽ ഭീമൻ, ഇവൻ എനിക്ക് തുല്യനാ, അവനോട് ഞാൻ യുദ്ധം ചെയ്യാം, സമ്മതിച്ചു. ഇത്യുക്ത്വാ ഭീമസേനായ പ്രാദായ മഹതിം ഗദാം ദ്വിതീയാം സ്വയമാദായ നിർജഗാമപുരാൽബഹി. വളരെ മര്യാദയുള്ള ആളാണ് ജരാസന്ധൻ. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് 2 ഗദകൾ അവിടെ കൊണ്ടുവച്ചു. എന്നിട്ട് ഭീമസേനോട് പറഞ്ഞു, ഇഷ്ടമുള്ളത് എടുത്തോ. അപ്പൊ ഭീമൻ എന്ത് ചെയ്തു, ഏറ്റവും വലുത് നോക്കി തന്നെ അങ്ങോട്ട് എടുത്തു. മറ്റത് ജരാസന്ധനും എടുത്തു. രാജധാനിയിൽ നിന്ന് പുറത്തേക്ക് പുറപ്പെട്ടു രണ്ടുപേരും. തത സമേഖലേ വീരൗ സംയുക്താവിതരേതരൗ ജഘ്നദുർവജ്രകൽപാഭ്യാം ഗദാഭ്യാം രണദുർമദൗ. ആ യുദ്ധദുർമദന്മാരായ ആ 2 വീരന്മാര് സമനിരപ്പുള്ള ആ യുദ്ധാങ്കണത്തിൽ അങ്ങോട്ട് പ്രവേശിച്ചു. വജ്രം പോലെ ഉറപ്പുള്ള ഗദകൾ കൊണ്ട് അന്യോന്യം അങ്ങനെ ഗദായുദ്ധം തുടങ്ങി. മണ്ഡലാനി വിചിത്രാണി സവ്യം ദക്ഷിണമേവ ച ചരതോ ശുശുഭേ യുദ്ധം നാട്ടയോരിവരങ്കിണോ. രംഗത്തിൽ പ്രവേശിച്ച 2 കളിക്കാരെന്ന പോലെ ഇടത്തും വലത്തും
വിചിത്ര മണ്ഡലാകാരഗതികൾ ചെയ്തുകൊണ്ട് നടത്തുന്ന അവരുടെ യുദ്ധം ഗംഭീര യുദ്ധം. രണ്ടുപേരും ഒരുപോലെ വീരന്മാരാണ്. അതിമനോഹരമായിട്ട് അതിഗംഭീരമായിട്ടുള്ളതാണ് യുദ്ധം. രണ്ടുപേരും തോൽക്കണില്ല, ഒരുപോലെ എന്താണ് കട്ടക്ക് കട്ടക്ക് നിൽക്കാന്ന് പറയില്ല, അതുപോലെയാണ്. ഭയങ്കര ശബ്ദങ്ങൾ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. തതശ്ചടചടാ ശബ്ദോ വജ്രനിഷ്പേഷ സന്നിഭ ഗതയോ ക്ഷിപ്തയോ രാജൻ ദന്തയോരിവ ദന്തിനോ. ശിശുബ്രഹ്മർഷി പറയണു, ഹേ രാജാവേ, രണ്ട് ആനകൾ തമ്മിൽ കുത്തുമ്പോ അവയുടെ കൊമ്പുകൾ തമ്മിൽ ഇങ്ങനെ തട്ടിയുണ്ടാകുന്ന ശബ്ദം എന്ന പോലെ വജ്രകഠോരങ്ങളായ ഗദകൾ കൊണ്ട് ആ വീരന്മാർ തമ്മിൽ തല്ലുമ്പോ ഇടിവെട്ടും പോലെ ചട്ടചട്ടാ ശബ്ദം കൊണ്ട് പുറപ്പെട്ടു. തേ വൈ ഗദേ ഭുജജവേന നിപാത്യമാനേ അന്യോന്യതോംസ കടിപാദകരോരുജത്രൂൻ ചൂർണീബഭൂവതുരുപേത്യ യഥാർഘശാഖേ സംയുധ്യതോർ ദ്വിരതയോരിവ ദീപ്തമന്യോ. രണ്ടുപേരും ഉജ്ജ്വലിച്ച കോപത്തോട്ടങ്ങനെ യുദ്ധം ചെയ്യാണ്. അപ്പൊ അവരുടെ കയ്യൂക്കോട് കൂടി ഇങ്ങോട്ട് രണ്ടുപേരും നല്ല കയ്യൂക്കുള്ളവരും അന്യോന്യം, അവര് രണ്ടുപേരും ഇങ്ങനെ അന്യോന്യം കഴുത്ത്, ഇടുപ്പ്, കാലുകള്, കൈകള് മുതലായ അവയവങ്ങള് ഗതകൊണ്ട് ഇങ്ങനെ നല്ല അടിയോടടി. അപ്പൊ എന്താ, ഊക്കോടെ പൊരുതുന്ന കൊമ്പനാനകളുടെ ശരീരാവയവങ്ങളിൽ എരിക്കിൻ വടികൾ കൊണ്ട് അടിച്ചാൽ എത്ര വേഗത്തിൽ ആ വടികൾ മുറിയുമോ അതുപോലെ ഈ വീരന്മാരുടെ അവയവങ്ങളിൽ തട്ടിയ ഗതകള് പൊട്ടികളായിട്ട് ഭവിച്ചു. ഗതയൊക്കെ എങ്ങനെ പൊടിഞ്ഞു പോകുന്ന പറയുന്നത്. അപ്പൊ വേറെ ഗത എടുക്കും. ഇത്തം തയോ പ്രഹതയോർഗതയോർ നൃവീരൗ ക്രുദ്ധോ സ്വമുഷ്ടിഭിരയസ്പർശൈരഭിഷ്ടാം ശബ്ദസ്തയോ പ്രഹരതോരിഭയോരിവാസി നിർഘാത വജ്രപരുഷസ്ഥലതാടനോത്ഥ. ഇങ്ങനെ ഗതകളൊക്കെ ഇങ്ങനെ പൊട്ടിയായപ്പോൾ അതിക്രുദ്ധന്മാരായ ആ വീരന്മാര് ഇരുമ്പ് പോലെ കഠിനങ്ങളായ തങ്ങളുടെ കൈകൾ അങ്ങോട്ട് ചുരുട്ടിപ്പിടിച്ചു. അപ്പൊ ഗതയൊക്കെ ഇങ്ങനെ പൊടിഞ്ഞു പോയപ്പോ ഗതയൊക്കെ ഉപേക്ഷിച്ചു. എന്നിട്ട് അവരുടെ ഇരുമ്പ് പോലെയുള്ള ആ രണ്ടുപേരുടെ കൈകൾ അങ്ങോട്ട് ചുരുട്ടിപ്പിടിച്ച് അങ്ങോട്ട് ഇടി തുടങ്ങി. അന്യോന്യം മതിച്ച ആനകളെ പോലെ പൊരുതുന്ന അവരുടെ കൈകൾ തമ്മിൽ തട്ടിപ്പുറപ്പെടുന്ന ആ കഠിന ശബ്ദം ഇടിശബ്ദം പോലെ അത്ര കഠിനമായിട്ട് കേൾക്കും. അതിഭയങ്കരമായിട്ടുള്ള ഇടിയ. രണ്ടുപേരുടെ ആ ഇരുമ്പ് പോലെയുള്ള കൈകളെ കൊണ്ട് ഉള്ള ഇടിയുടെ ശബ്ദം കേൾക്കും, ഭയങ്കര ശബ്ദം. അങ്ങനെ അവിടെ മുഴങ്ങിയെന്നാ പറയുന്നത്. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.